സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ ഭ്രമം തുടരുന്നു. പ്രേംശങ്കർ ഇടിയപ്പവും മുട്ടക്കറിയും കഴിക്കുന്നത് നോക്കി അശ്വതി ഡൈനിങ് ടേബിളിൻ്റെ എതിർവശത്തിരുന്നു. കൊള്ളാമല്ലേ? അവൾ ചോദിച്ചു. നിന്റെ അമ്മ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട്, അയാൾ പറഞ്ഞു. അഞ്ജലി ആൻറ്റി നല്ല കുക്കല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അവൾ ഒരു ചമ്മന്തി അരച്ചാൽ അതുമാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. ഭാര്യയെ ഇങ്ങനെ പുകഴ്ത്തല്ലേ അങ്കിൾ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല അച്ചു, കോളേജിൽ അവൾ എന്നും ടിഫിൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഉച്ചയ്ക്ക് ടീച്ചേഴ്സ് റൂമിൽ അവൾ ഊണ് കഴിക്കാനിരിക്കുമ്പം മറ്റ് ടീച്ചേഴ്സ് അവളുടെ അടുത്ത് വന്നിരിക്കും. ഒരു കഷ്ണം പൊരിച്ച മീനോ ഒരൽപ്പം നെല്ലിക്ക അച്ചാറോ കിട്ടുമെന്ന് കരുതി, അയാൾ പറഞ്ഞു. മമ്മിയെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ മമ്മിയുടെ അമ്മ കുക്കിംഗ് ശീലിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അശ്വതി പറഞ്ഞു. ശിക്ഷയോ? ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ പുതിയ ഐറ്റം ഉണ്ടാക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക മമ്മി. കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടുന്നില്ലല്ലോ. കുക്കിംഗ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ മോളെ. ഒരു കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയാത്തവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. എനിക്ക് കാപ്പിയും ചായയും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ പോയി നല്ല കടുപ്പത്തിൽ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവാ, പ്രേം പറഞ്ഞു. അയാൾ കഴിച്ചു തീർന്നപ്പോഴേക്ക് അശ്വതി ചായ ഉണ്ടാക്കിക്കൊണ്ടു വന്നു. അയാൾ അത് വാങ്ങി കുടിച്ചു നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാം എന്ന് പറഞ്ഞാൽ പോരാ, എത്ര മാർക്ക്? 90. അവൾക്ക് സന്തോഷമായി. മമ്മിക്ക് ഞാനൊരു ചായ ഉണ്ടാക്കി കൊടുത്തു ഇന്നലെ. മമ്മി എനിക്ക് എത്ര മാർക്കാ തന്നതെന്നറിയോ? 55. നീ അഹങ്കരിക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും, അവൾ ചിരിച്ചു. ഇനി നീ പൊയ്ക്കോ അച്ചു, ഞാൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. നാളെ കഴിഞ്ഞാൽ അഞ്ജലി ആൻറ്റി വരും അല്ലേ? മറ്റന്നാൾ ഞായറല്ലേ? മറ്റന്നാൾ വരും, അയാൾ പറഞ്ഞു. അപ്പോൾ നാളെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നാൽ മതി. നാളെ ഞാൻ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകും, മധുമതിയെയും സൗദാമിയെയും കൊണ്ടുവരാൻ. അഞ്ജലി വരുമ്പോൾ അവരിവിടെ വേണ്ടേ? അശ്വതിയുടെ മുഖം വാടി. അങ്കിളിനെ കാണാൻ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു, അത് അവസാനിച്ചു. ഇനി നീ ഇവിടെ വരരുതെന്ന് ആര് പറഞ്ഞു? അയാൾക്ക് മനസ്സിലായില്ല. അങ്കിൾ തനിച്ചുള്ളപ്പോൾ വരുന്നത്ര സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ. ആൻറ്റിയും സൗദാമിയും ഇവിടെ ഉള്ളപ്പോൾ സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു കുറവും വരില്ല. എപ്പോൾ വേണമെങ്കിലും അച്ചുവിന് ഇവിടെ വരാം, ആരും ഒന്നും പറയത്തില്ല. അഞ്ജലിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണല്ലോ. ശരിയാ, എന്നാലും അങ്കിളിനത് മനസ്സിലാകത്തില്ല. ഞാൻ പോവുകയാണ്. ഒഴിഞ്ഞ പാത്രവും എടുത്ത് അശ്വതി പുറത്തേക്ക് പോയി. അവൾ പറഞ്ഞത് അയാൾക്ക് പിടികിട്ടിയില്ല. അശ്വതി സ്കൂട്ടർ എടുത്ത് റോഡിലേക്ക് ഇറങ്ങി. അല്പം മാറി ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. അശ്വതിയുടെ പിന്നാലെ ആ കാർ ചെന്നു. അവൾ വീടിൻ്റെ മുൻപിലെത്തി ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറി പോകുന്നത് വരെ ആ കാർ അവളെ പിന്തുടർന്നു. ഇനി എന്ത് ചെയ്യണം സാറേ? ഡ്രൈവർ ചോദിച്ചു. തിരിച്ചു പോകാം, മേനാമ്പള്ളി സദാനന്ദൻ പറഞ്ഞു. അയാൾ ബാക്ക് സീറ്റിലായിരുന്നു. ഡ്രൈവറെ കൂടാതെ അയാൾ മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ. കാർ മുന്നോട്ട് ഓടിയിട്ട് അടുത്ത ജംഗ്ഷനിലെത്തി തിരിച്ചു പോന്നു. സദാനന്ദൻ മൊബൈൽ എടുത്ത് ദിനേശിനെ വിളിച്ചു. ഇന്നും ആ പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു സർ, അയാൾ ദിനേശിനോട് പറഞ്ഞു. എപ്പോൾ? സാധാരണ വരാറുള്ള സമയത്ത് തന്നെ. 1 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു പോയത്. ഇന്നിപ്പോൾ അടുപ്പിച്ച 4ാമത്തെ ദിവസമല്ലേ സദാനന്ദൻ കണ്ടത്? അതെ സർ. നാളെ പിടികൂടണം. 2 കാറിലായിട്ട് ആളുകൾ ചെല്ലണം. ഭാര്യ സ്ഥലത്തില്ലാത്ത തക്കം നോക്കി ഒരു പെണ്ണിനെ സ്ഥിരമായി വിളിച്ചു വരുത്തുന്നു. അനാശ്വാസ്യം. മനസ്സിലായില്ലേ? മനസ്സിലായി സർ. എന്നാൽ വെച്ചു. മേനാമള്ളി സദാനന്ദൻ കോൾ കട്ട് ചെയ്തിട്ട് വേറൊരു നമ്പറിൽ വിളിച്ച് ശബ്ദം താഴ്ത്തി സംസാരിച്ചു. രാവിലെ 9 മണിയായപ്പോൾ അഞ്ജലിയുടെ വീട്ടിലെത്തി പ്രേംശങ്കർ. അയാൾ വീട്ടിൽ നിന്ന് പുലർച്ചെ 6 മണിക്ക് പുറപ്പെട്ടിരുന്നു. കാറിൽ നിന്നിറങ്ങിയപ്പോൾ മധുമതി ഓടി വന്ന് അയാളുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. അയാൾ അവളെ കോരിയെടുത്തു. അച്ഛാ, നാളെയല്ലേ അമ്മ വരുന്നേ? അതേ മധു, ഇന്നലെ രാത്രിയിലും അമ്മ വിളിച്ചായിരുന്നു. അമ്മ എനിക്ക് അവിടുന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2 ഡോൾസും. അച്ഛനു വേണ്ടി ഒന്നും മേടിച്ചു കാണത്തില്ല. അല്ല, മേടിച്ചിട്ടുണ്ട്. എന്താണ്? അത് പറയത്തില്ല, പറയരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അയാൾ ചിരിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിലാ കൂട്ടല്ലേ? അയ്യോ അല്ല, നമ്മൾ തമ്മിലാ കൂട്ട്. അപ്പോഴേക്ക് ആതിര ചേച്ചിയുടെ ഭർത്താവ് അശോകും ആദിത്യൻ ചേട്ടൻ്റെ മകൾ ദീപയും വന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തറവാട്ടിൽ ആഘോഷിക്കുകയായിരുന്നു 3 കുട്ടികളും. പ്രേം വാ, ചായ കുടിച്ചിട്ടിരിക്കാം, രത്നമ്മ വന്ന് വിളിച്ചു. അച്ഛനെവിടെ? അയാൾ ചോദിച്ചു.
പറമ്പിൽ കാണും. രാവിലെ ഒന്ന് ചുറ്റിയടിക്കണ സ്വഭാവമുണ്ടല്ലോ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ രാമചന്ദ്രൻ വന്നു. അല്ല, പ്രേം എത്തിയോ? പോകുമ്പോൾ ഒരു കുല തന്നയക്കാം. ഞാലിപ്പൂവന, പഴുത്തു തുടങ്ങി കായ, അദ്ദേഹം പറഞ്ഞു. പറമ്പിൽ പലതരം വാഴകളുണ്ട്. പ്രേം കഴിച്ചതല്ല, വാ ഒന്നിച്ചിരിക്കാം, രത്നമ്മ പറഞ്ഞു. ആദിത്യൻ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. കോളേജ് തുറക്കാൻ ഇനി എത്ര ദിവസമുണ്ട്? പ്രാതൽ കഴിക്കുമ്പോൾ രാമചന്ദ്രൻ ചോദിച്ചു. 3 ആഴ്ച. അപ്പോൾ അഞ്ജലി അതിനു മുമ്പ് ഇങ്ങോട്ടൊന്ന് വരുമല്ലോ അല്ലേ? രത്നമ്മ ചോദിച്ചു. ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കാനിരിക്കുക അവൾ. ലീവുണ്ടെങ്കിൽ പ്രേമും വാ, നോക്കട്ടെ. എപ്പോഴാ തിരിച്ചു പോകുന്നേ? ഉച്ച കഴിഞ്ഞ് പോകും. 6 മണിക്കൂർ മുമ്പ് അങ്ങ് എത്താൻ പറ്റും. സൗദാമിനി അവളുടെ വീട്ടിലായിരുന്നു. ഇന്ന് രാവിലെയാണ് വന്നത്, രത്നമ്മ പറഞ്ഞു. 4-5 വീടുകൾക്കപ്പുറത്താണ് സൗദാമിനിയുടെ ചേച്ചി താമസിക്കുന്നത്. കുടുംബ വീട് ചേച്ചിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഉച്ചയൂണിൻ്റെ സമയമായപ്പോൾ ആദിത്യൻ വന്നു. യൂണിഫോമിലായിരുന്നു അയാൾ. ഉണ്ടിട്ട് ഉടൻ പോണം, മിനിസ്റ്റർ ഇതുവഴി വരുന്നുണ്ട്, അയാൾ പറഞ്ഞു. നിങ്ങൾ പോലീസുകാർ 24 മണിക്കൂറും ഡ്യൂട്ടിയിലല്ലേ? കളിയായി പ്രേംശങ്കർ പറഞ്ഞു. ഊണ് കഴിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് ആദിത്യൻ അയാളെ മാറ്റി നിർത്തി സംസാരിച്ചു. വിസ്കി ഉണ്ട്, ഒരു ലാർജ് എടുത്തു തരാം. വേണ്ട ചേട്ടാ, അങ്ങുവരെ വണ്ടി ഓടിക്കാനുള്ളതല്ലേ. ഞാൻ ഡ്യൂട്ടിയിലല്ലേ, അതുകൊണ്ട് കമ്പനി തരാനും പറ്റത്തില്ല, ആദിത്യൻ പറഞ്ഞു. അടുത്തയാഴ്ച ഞങ്ങൾ വരുന്നുണ്ട്, എല്ലാവരും കൂടെ, പ്രേംശങ്കർ പറഞ്ഞു. എന്നാൽ അപ്പോൾ മതി. ഊണ് കഴിഞ്ഞ സൗദാമിനി അമ്മയും മധുമതിയുമൊത്ത് പ്രേംശങ്കർ യാത്ര തിരിച്ചു. അവർ സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തി. ഞാൻ വിചാരിച്ച പോലല്ലല്ലോ, എല്ലായിടവും നല്ല വൃത്തിയായി കിടക്കുന്നു. മുറികളിലെല്ലാം കയറി ഇറങ്ങിയിട്ട് സൗദാമിനി അമ്മ പറഞ്ഞു. അയ്യോ, അതെൻ്റെ മിടുക്കല്ല. കുസുമൻ ചേച്ചിയും അശ്വതിയും ഒക്കെ ഇടയ്ക്ക് വരുമായിരുന്നു. അവർ മുറികളൊക്കെ അടിച്ചു വാരിയിട്ടേ പോകുമായിരുന്നുള്ളൂ. പെട്ടെന്ന് സൗദാമിനിയമ്മയുടെ മുഖം മങ്ങി. അവർ പിറുപിറുത്തത് പ്രേംശങ്കർ കേട്ടില്ല. രാത്രിയിലേക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ മേടിച്ചുകൊണ്ട് വരാം, അയാൾ പറഞ്ഞു. മധുമതിയുമൊത്ത് അയാൾ ടൗണിലേക്ക് പോയി. അവൾക്ക് വേണ്ടതെല്ലാം അയാൾ വാങ്ങിക്കൊടുത്തു. സൗദാമിനി അമ്മയ്ക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും വാങ്ങിക്കൊണ്ടാണ് അവർ മടങ്ങിയത്. അന്ന് രാത്രിയിൽ അച്ഛൻ്റെ കൂടെയാണ് മധുമതി ഉറങ്ങാൻ കിടന്നത്. തറവാട്ടിൽ നടന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടും തീർന്നില്ല അവൾക്ക്. ഇടയ്ക്ക് ട്രെയിനിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു അഞ്ജലി. എറണാകുളത്ത് ചെല്ലാമെന്ന് അയാൾ പറഞ്ഞതാണ്. പക്ഷെ അവൾ സമ്മതിച്ചില്ല. എന്തിനാ എറണാകുളം വരെ വണ്ടി ഓടിക്കുന്നേ? നമ്മുടെ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ടല്ലോ, ഞാനവിടെ ഇറങ്ങിക്കോളാം. രാത്രിയല്ലല്ലോ, പകലല്ലേ. പക്ഷേ എറണാകുളം വരെയല്ലേ റിസർവേഷനുള്ളൂ. അത് അന്നമ്മ അന്ന് റിസർവ് ചെയ്തത് കൊണ്ടല്ലേ. ടിക്കറ്റ് എക്സാമിനറെ കണ്ട് ഞാൻ അവിടെ വരെ എക്സ്റ്റൻഷൻ മേടിച്ചോളാം. എങ്കിൽ അതാണ് നല്ലത്. 10 മണിയാകുമ്പോൾ സ്റ്റേഷനിലേക്ക് ചെന്നാൽ മതി. പിറ്റേന്ന് രാവിലെ മധുമതിയുമൊത്താണ് പ്രേംശങ്കർ സ്റ്റേഷനിലേക്ക് പോയത്. വണ്ടി 15 മിനിറ്റ് ലേറ്റായിരുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവർ സെക്കൻഡ് AC ബോഗി വരുന്ന ഭാഗത്ത് കാത്തു നിന്നു. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ തന്നെ അവർ അഞ്ജലിയെ കണ്ടു. അവൾ വാതിലിനടുത്തേക്ക് ലഗേജ് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടി നിന്നപ്പോൾ അവൾ സൂട്ട്കേസും ബാഗും ഓരോന്നായി എടുത്ത് പ്രേംശങ്കറിന് കൊടുത്തു. എന്നിട്ട് അവളും ഇറങ്ങി. അമ്മേ, മധുമതിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. അഞ്ജലി അവളെ പൊക്കിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ഉമ്മ വെച്ചു. 1 മാസം 1 വർഷമായിട്ട് എനിക്ക് തോന്നിയേ, എങ്ങനെയെങ്കിലും കോഴ്സ് അവസാനിച്ചാൽ മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന, അവൾ പറഞ്ഞു. കോഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? ലഗേജ് എടുത്തുകൊണ്ട് സ്റ്റേഷൻ്റെ വെളിയിലേക്ക് നടക്കുമ്പോൾ അയാൾ ചോദിച്ചു. നല്ല കോഴ്സായിരുന്നു പ്രേം. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള പലരെയും പരിചയപ്പെടാൻ സാധിച്ചു. ഏത് സിറ്റിയിൽ ചെന്നാലും നമുക്കവിടെ ഒരാളുണ്ട് എന്ന ഫീലിംഗ്, അതൊരു സന്തോഷമല്ലേ. കാറിൻ്റെ ഡിക്കിയിൽ ലഗേജ് എടുത്തു വെച്ചു. പ്രേമിൻ്റെ കൂടെ മുന്നിൽ കയറി അഞ്ജലിയും മധുമതിയും. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ലൈഫ്? അവൾ ചോദിച്ചു. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തു, വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. സൽക്കരിക്കാൻ ഇവിടെ പെണ്ണുങ്ങൾ തമ്മിൽ മത്സരമായിരുന്നില്ലേ? പിന്നെന്തു ബോറടി അല്ലേ? അവൾ കളിയായി പറഞ്ഞു. ഏത് പെണ്ണുങ്ങൾ? കുസുമ ചേച്ചിയും മോളും, പിന്നെ മരിയ ടീച്ചറും. അയാൾ പൊട്ടിച്ചിരിച്ചു. നീയില്ലാതെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയതിൻ്റെ പ്രയാസം എനിക്കല്ലേ അറിയൂ. പ്രേമിൻ്റെ തടി അല്പം കുറഞ്ഞിട്ടുണ്ട്. ആഹാരം ശരിയായി കഴിച്ചിട്ടില്ല, അതാ കാര്യം. എനിക്കറിയാം. ആര് സൽക്കരിച്ചാലും ഞാൻ ഉണ്ടാക്കി തരുന്നത് പോലെ ആവില്ലല്ലോ, അവൾ പറഞ്ഞു. അവർ വീട്ടിലെത്തി. സൗദാമി സുഖം തന്നെയല്ലേ? സൗദാമിനി അമ്മയെ കണ്ട്
അവൾ സന്തോഷത്തോടെ ചോദിച്ചു. എന്ത് സുഖം മോളെ, ഇപ്പോഴാ എനിക്ക് സമാധാനമായി നിന്നെ കണ്ടപ്പോൾ. അഞ്ജലി കുളിച്ച് വേഷം മാറി വന്നപ്പോൾ സൗദാമിനി അമ്മ അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. യാത്രകൾ നല്ലതാണ്, നമ്മുടെ ലോകം വികസിക്കും. കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ശരിയാണ്, പക്ഷേ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. എന്താ പറ്റാതിരിക്കാൻ? ഇനി എല്ലാ വെക്കേഷനും നമുക്ക് ഒരാഴ്ചത്തെ ട്രിപ്പ് പോകണം, അവൾ പറഞ്ഞു. ഞാൻ റെഡി, പക്ഷേ എഞ്ചിനീയർ സാറിന് അത്രയും ലീവ് കിട്ടുമോ? അതേക്കുറിച്ചൊന്നും ടീച്ചർ വറി ചെയ്യണ്ട, എപ്പോൾ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭക്ഷണം കഴിച്ചിട്ടാണ് അഞ്ജലി കൊണ്ടുവന്ന ബാഗുകൾ തുറന്നത്. സൗദാമിനി അമ്മയ്ക്ക് ഒരു കമ്പിളി പുതപ്പും സ്വെറ്ററുമാണ് അവൾ വാങ്ങിയത്. അത് കിട്ടിയപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പറയാതെ തന്നെ മോൾ എൻ്റെ മനസ്സറിഞ്ഞു, രണ്ടും മാറോട് ചേർത്ത് അവർ പറഞ്ഞു. മധുമതിക്ക് ഭംഗിയുള്ള ഫ്രോക്കുകളും ഷൂസുമാണ് അവൾ കൊണ്ടുവന്നത്. അവൾക്ക് എല്ലാം ഇഷ്ടമായി. പ്രേമിന് ഞാൻ ചില സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, എന്നെ വഴക്കു പറയരുത്, അവൾ മുൻകൂർ ജാമ്യം ചോദിച്ചു. എന്താണ് മേടിച്ചത്? ഒന്നുമല്ല, ഷർട്ടുകളാണ്. 6 ഷർട്ടുകളാണ് അവൾ വാങ്ങിയത്. ഡീപ്പ് പ്ലെയിൻ കളർ, ചെക്ക്, സ്ട്രൈപ്സ്, എല്ലാം ഫുൾ സ്ലീവ്, എല്ലാം നല്ല ഷർട്ടുകളായിരുന്നു. നിന്റെ സെലക്ഷൻ ഒരിക്കലും മോശമാവുകയില്ലല്ലോ. പക്ഷേ ഇത്രയും വേണമായിരുന്നോ? വേണമായിരുന്നു. മധുമതി അപ്പോൾ സൗദാമിനിയമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അതിനാൽ അഞ്ജലി അയാളുടെ ശരീരത്തിലേക്ക് ഒന്ന് ചാരി. അയാൾ അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു. കുറേ പെൻഡിങ് ഉണ്ട്, അവൾ പറഞ്ഞു. എല്ലാം തരാം, ഒന്നിച്ചു വേണ്ട, കുറേശ്ശെ മതി, അയാൾ ചിരിച്ചു. വീണ്ടും ശബ്ദവും വെളിച്ചവും പൊട്ടിച്ചിരികളും വീട്ടിലേക്ക് കടന്നു വന്നു. എന്നാണ് വീട്ടിലേക്ക് പോകുന്നത്? രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അഞ്ജലി ചോദിച്ചു. എന്ന് വേണമെങ്കിലും പോകാം, അയാൾ പറഞ്ഞു. ഒരാഴ്ച അവിടെ നിൽക്കണമെന്നാണ് എനിക്ക്. ഒരാഴ്ച ലീവ് എടുത്ത് വരുമോ എൻ്റെ കൂടെ? അവൾ ചോദിച്ചു. വരാം. അന്ന് രണ്ടുപേരും മങ്ങിയ വെളിച്ചത്തിൽ പരസ്പരം സ്നേഹിച്ച് ഏറെ നേരം കിടന്നു. ഇനി പിരിഞ്ഞിരിക്കാൻ വയ്യ, അവൾ പറഞ്ഞു. എന്തിനാ പിരിയുന്നത്? പറഞ്ഞില്ലേ ഞാൻ വരാം, ലീവ് എടുത്ത് വീട്ടിലേക്ക്, അയാൾ വീണ്ടും പറഞ്ഞു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ മരിയ റോസ് അവളെ വിളിച്ചു. അഞ്ജലി ഇന്നലെ വന്നു അല്ലേ? അതേ ടീച്ചറെ, ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ഈ വർഷത്തെ ട്രാൻസ്ഫർ ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അഞ്ജലിക്ക് നാട്ടിലെ കോളേജിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. അവൾ ഒന്ന് ഞെട്ടി. ആര് പറഞ്ഞു ടീച്ചറെ? ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ശരി ടീച്ചർ. അഞ്ജലി വേഗം ചെന്ന് പ്രേംശങ്കറിനോട് ആ വിവരം പറഞ്ഞു. പ്രേമിന് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുമോ? 1 കൊല്ലമെങ്കിലും കഴിയാതെ പ്രയാസമാണ്, അയാൾ പറഞ്ഞു. അറിയാതെ അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രേംശങ്കർ അഞ്ജലിയുടെ ചുമലുകളിൽ 2 കൈകളും വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാ വിഷമിക്കുന്നേ? സ്വന്തം നാട്ടിലേക്കല്ലേ പോകുന്നത്? ജനിച്ചു വളർന്ന വീട്ടിൽ വീണ്ടും കുറേ കാലം ജീവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമല്ലേ? അയാൾ ചോദിച്ചു. ഒക്കെ ശരിയാണ്. വിവാഹം കഴിഞ്ഞു പോന്നാൽ പിന്നെ മിക്ക സ്ത്രീകളും വിരുന്നുകാരെ പോലെയാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. 2 or 3 ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിച്ച് കൊതി തീരാതെ അവർക്ക് മടങ്ങേണ്ടി വരും. മധുവിനും സന്തോഷമായിരിക്കും തറവാട്ടിൽ പോയി താമസിക്കുന്നത്. അവിടെ കൂട്ടിന് ദീപമോളുണ്ട് അവൾക്ക്. എന്നെക്കുറിച്ചല്ല വിഷമം. പ്രേം ഒറ്റയ്ക്കിവിടെ. ഒരാഴ്ചയോ 1 മാസമോ അല്ലല്ലോ. ഭക്ഷണം ശരിയാവത്തില്ല. വീട്ടിൽ വന്നാൽ ഒന്ന് മിണ്ടാൻ പോലും ആരുമില്ലല്ലോ, അവൾ പറഞ്ഞു. പഴയ കാലമല്ലല്ലോ ഇത്. നമുക്ക് ആരോടും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. അങ്ങനെ ലോൺലിനെസ് ഒന്നും ഇപ്പോൾ ആർക്കും ഫീൽ ചെയ്യില്ല. പക്ഷേ ഭക്ഷണകാര്യമോ? കഴിഞ്ഞ 1 മാസം എന്നും കുസുമ ചേച്ചി അശ്വതിയുടെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ തയ്ക്കുമായിരുന്നു. അവൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചി വരുമായിരുന്നു. 1 മാസത്തേക്ക് സാരമില്ലായിരുന്നു. ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല പ്രേം, അഞ്ജലി പറഞ്ഞു. പറഞ്ഞാലും ചേച്ചി അത് ചെവിക്കൊള്ളുമെന്ന് തോന്നുന്നില്ല. ഉച്ചയ്ക്ക് പതിവായി പുറത്തു നിന്നാണല്ലോ കഴിക്കുന്നത്. രാത്രിയിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം. ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കറിയും വേണ്ടേ? ഒരു കുക്കറി കോഴ്സിന് ചേർന്നാൽ മതിയല്ലോ, അയാൾ തമാശ പോലെ പറഞ്ഞു. എന്തു പറഞ്ഞാലും പ്രേമിന് കളിയാണ്. വേർപാടും വിരഹവും ഒന്നും എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് എത്രയും വേഗം പ്രേം ആ ഭാഗത്ത് എവിടെയെങ്കിലുമുള്ള ഓഫീസിലേക്ക് ട്രാൻസ്ഫർ മേടിക്കണം, അഞ്ജലി നിർബന്ധപൂർവ്വം പറഞ്ഞു. ശ്രമിക്കാം, സമാധാനമായിട്ടിരിക്കൂ. അഞ്ജലി അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചു. രാമചന്ദ്രനാണ് ഫോൺ എടുത്തത്. അച്ഛാ, എനിക്ക് നമ്മുടെ
അടുത്ത കോളേജിലേക്ക് ട്രാൻസ്ഫറായി. അവൾ പറഞ്ഞു, അത് കൊള്ളാമല്ലോ മോളെ, എന്നാണ് നീ വരുന്നത്? അദ്ദേഹത്തിന് സന്തോഷമായി. ഓർഡർ കിട്ടിയില്ല, 2 ആഴ്ച കഴിയുമ്പോൾ വെക്കേഷൻ തീർന്ന് കോളേജ് തുറക്കുമല്ലോ, അപ്പോഴത്തേക്ക് വന്നേക്കും. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ ചേർക്കണോ? വേണം എങ്കിൽ ഇന്ന് തന്നെ ചെന്ന് കുര്യാക്കോസ് അച്ഛനെ കാണാം. ഒരു സീറ്റ് പറഞ്ഞു വെക്കണമല്ലോ. പ്രേമിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ വിഷമം. അവനോട് ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ. ഇവിടെയും ഉണ്ടല്ലോ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഓഫീസ്. റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ കിട്ടാൻ വൈകുമെന്നാണ് പ്രേം പറയുന്നത്. കിട്ടുമ്പോൾ കിട്ടട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ശനിയാഴ്ച വരാം. ഒരാഴ്ച അവിടെ വന്ന് നിൽക്കണമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പം അങ്ങോട്ട് താമസത്തിന് വരുന്ന സ്ഥിതിക്ക് അമ്മയോടും ചേട്ടനോടുമൊക്കെ പറഞ്ഞേക്കണേ. പറയാം മോളെ. കോൾ കട്ട് ചെയ്തിട്ട് അഞ്ജലി ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. നാട്ടിലേക്ക് പോകുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ, പക്ഷേ ഒരു പറിച്ചു നടലിന് അതിൻ്റേതായ വേദനകൾ ഉണ്ടല്ലോ. ഒരു നെടുവേർപ്പോടെ അവൾ സൗദാമിനിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് അവർ വിശ്രമിക്കുകയായിരുന്നു. അഞ്ജലിയെ കണ്ടവർ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, സൗദാമ്മ കിടന്നോളൂ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. കസേര നീക്കിയിട്ട് അവൾ അവരുടെ അടുത്ത് ഇരുന്നു. എന്താ മോളെ? എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറാ. എങ്ങോട്ട്? ഞെട്ടലോടെ അവർ ചോദിച്ചു. നമ്മുടെ നാട്ടിലെ കോളേജിലേക്കാ. ഇവിടുന്ന് ഇക്കൊല്ലം എന്തായാലും പോകേണ്ടി വരുമായിരുന്നു. ദൂരേക്ക് എവിടെയെങ്കിലും പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചാ അങ്ങോട്ട് ചോദിച്ചേ. എന്തായാലും അത് കിട്ടി. അപ്പോൾ സാറോ? പ്രേമിന് തൽക്കാലം ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേണ്ടി വരും. നമ്മൾ 3 പേരും കൂടി പോകും. മോളെ അവിടുത്തെ സ്കൂളിൽ ചേർക്കാനുള്ള ഏർപ്പാടുകൾ അച്ഛൻ ചെയ്യുന്നുണ്ട്. സൗദാമിനിയമ്മ ഒരു നിമിഷം ആലോചിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ മോളെ. എന്താണ്? മോളെ ഇനി വേറെ സ്കൂളിലൊന്നും കൊണ്ടുചെന്ന് ചേർത്താൽ കുഞ്ഞിനത് വലിയ ബുദ്ധിമുട്ടാകും. പുതിയ സ്കൂൾ, പുതിയ ടീച്ചർമാർ, പുതിയ കൂട്ടുകാർ. അവിടെ പഠിപ്പിക്കുന്ന രീതിയും വ്യത്യാസം കാണും. ഇപ്പം മധുമോള ക്ലാസ്സിൽ 1ാമത്. അവിടെ ചെന്നാൽ അതിൽ നിന്ന് താഴോട്ട് പോയാലോ? സൗദാമ്മ എന്താണ് പറഞ്ഞു വരുന്നത്? കുഞ്ഞ് ഇവിടെ തന്നെ പഠിക്കട്ടെ, ഞാനും ഇവിടെ നിൽക്കാം. സാറിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും ആരെങ്കിലും വേണ്ടേ? അപ്പോൾ ഞാൻ മാത്രം അങ്ങോട്ട് പോകാനോ? വിശ്വാസം വരാതെ അഞ്ജലി ചോദിച്ചു. ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ മോളെ. പ്രേമിന് ഉടനെയൊന്നും അങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടത്തില്ല. മധുവും കൂടി ഇല്ലാതെ ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ സൗദാമേ. സാറിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല മോളെ. അതെന്താ? മോളേക്കാൾ എനിക്ക് ലോകപരിചയമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒറ്റയ്ക്കാകുമ്പോൾ ഓരോ വേണ്ടാത്ത ചിന്തകളൊക്കെ തോന്നിയെന്ന് വരും. മദ്യപിക്കുമെന്നാണോ? അതിലൊക്കെ നല്ല കൺട്രോളുണ്ട് പ്രേമിന്. അക്കാര്യത്തിൽ എനിക്കൊരു പേടിയുമില്ല. 2ാമത്തെ കാര്യം പറയാൻ സൗദാമിനിയമ്മയുടെ നാവ് സമ്മതിച്ചില്ല. ഒരു പക്ഷേ അഞ്ജലി മോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കും അത്. വേറെ ആരുമില്ലാത്തപ്പോൾ ചീത്ത കൂട്ടുകെട്ടിനുള്ള സാധ്യത കൂടും മോളെ. ആവശ്യമില്ലാത്തവരൊക്കെ ഇവിടെ കയറി ഇറങ്ങിയെന്ന് വരും. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, സൗദാമിനിയമ്മ സൂചിപ്പിച്ചു. പ്രേമിന് എനിക്ക് നല്ല വിശ്വാസമാണ്. ഒരിക്കലും ചീത്ത കൂട്ടുകെട്ടിനൊന്നും പോകത്തില്ല. സാധാരണ ആണുങ്ങളെപ്പോലെയല്ല പ്രേം. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറയും, ഒന്നും ഒളിച്ചു വെക്കത്തില്ല. സൗദാമിക്ക് അതറിയാത്തത് കൊണ്ടാണ്. സൗദാമിനിയമ്മ പിന്നെ വാദിച്ചില്ല. നാളെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കുസുമ ചേച്ചിയുടെ വീട്ടിലൊന്ന് പോകണം. രാത്രിയിൽ കിടക്കാൻ നേരത്ത്. അഞ്ജലി പറഞ്ഞു. എങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ വരാം. പ്രേം ശങ്കർ ഏറ്റു. ഞാനില്ലാത്ത സമയത്ത് കുറേ ദിവസം പ്രേമിന് ഭക്ഷണം കൊണ്ടുവന്ന് തന്നില്ലേ, അതിനുള്ള താങ്ക്സ് പറയണം. കുസുമ ചേച്ചി കുറച്ച് ടെൻഷനിലാണ്, അയാൾ പറഞ്ഞു. എന്ത് ടെൻഷൻ? അശ്വതിയുടെ കാര്യത്തിൽ. +2 റിസൾട്ട് വരാറായിട്ടുണ്ട്. അവൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ പ്രയാസമാവില്ലേ? മാനേജ്മെൻറ്റ് സീറ്റെങ്കിലും ഒപ്പിക്കാനിരിക്കുകയാണ്. അവൾ മിടുക്കി കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അഞ്ജലി പറഞ്ഞു. എനിക്കും. പിറ്റേന്ന് വൈകുന്നേരം പതിവിലെ നേരത്തെ പ്രേംശങ്കർ ഓഫീസിൽ നിന്നെത്തി. അഞ്ജലിയും മധുമതിയും തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുക സൗദാമേ, അവൾ സൗദാമിനിയമ്മയോട് പറഞ്ഞു. വൈകുമോ മോളെ? ഞങ്ങൾ കഴിച്ചിട്ടേ വരൂ. സൗദാമയ്ക്കുള്ളത് കൊണ്ടുവരാം. അവർ തലകുലുക്കി. കുസുമത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവളും അശ്വതിയും ഉണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞു വന്നു അല്ലേ? അച്ചു പറഞ്ഞിരുന്നു അഞ്ജലി വരാറായിന്ന്. കുസുമം വന്ന സന്തോഷത്തോടെ അവളുടെ കൈ പിടിച്ചു. മിനിഞ്ഞാന്ന് വന്നു ചേച്ചി. അശ്വതി എവിടെ? അവൾ മുകളിലുണ്ട്.
താഴെ സംസാരം കേട്ട അശ്വതി പെട്ടെന്ന് ഇറങ്ങി വന്നു. അല്ല, അഞ്ജലി ആൻറ്റി എത്തിയോ? മൈസൂരിൽ നല്ല തണുപ്പാണ് ഇപ്പോൾ അല്ലേ? ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ആര് പറഞ്ഞു അവിടെ ഇപ്പോൾ തണുപ്പാണെന്ന്? തണുപ്പ് കാലത്ത് ആളുകളുടെ സൗന്ദര്യം വർദ്ധിക്കുന്നത്. ഇവിടുന്ന് പോയതിലും സുന്ദരിയായിട്ടുണ്ട് ആൻറ്റി, അവൾ പറഞ്ഞു. കളിയാക്കാതെ മോളെ, അഞ്ജലി ചിരിച്ചു. സത്യമാ ആൻറ്റി പറഞ്ഞത്. സ്വീകരണ മുറിയിലെ സെറ്റിയിൽ 4 പേരും ഇരുന്നു. മധുമതി ചെന്ന് അശ്വതിയുടെ മടിയിലാണ് ഇരുന്നത്. എല്ലാ ദിവസവും കുസുമ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയക്കുമായിരുന്നു എന്ന് പ്രേം പറഞ്ഞു. ചേച്ചി കുറേ ബുദ്ധിമുട്ടി കാണും, അഞ്ജലി പറഞ്ഞു. എന്ത് ബുദ്ധിമുട്ട്? സന്തോഷമുള്ള കാര്യമാണ് പ്രേമിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത്, പ്രത്യേകിച്ചും അവിടെ വേറെ ആരും ഇല്ലാത്തപ്പോൾ, കുസുമം പറഞ്ഞു. ഇനി കുറേ നാൾ കൂടി പ്രേം തനിച്ചായിരിക്കും വീട്ടിൽ, അഞ്ജലി പറഞ്ഞു. എന്താ, വേറെ വല്ല കോഴ്സിനും പോകുന്നുണ്ടോ ഇനി? ആശ്ചര്യത്തോടെ കുസുമം ചോദിച്ചു. അതല്ല ചേച്ചി, അഞ്ജലിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറാണ് അവളുടെ നാട്ടിലെ കോളേജിലേക്ക്, പ്രേം ശങ്കർ പറഞ്ഞു. അതെയോ? വിശ്വാസം വരാതെ കുസുമവും അശ്വതിയും അവളെ നോക്കി. ഇവിടുന്ന് പോകാനുള്ള സമയമായി ചേച്ചി. വല്ല നാട്ടിലും പോകുന്നതിലും നല്ലത് സ്വന്തം നാടല്ലേ. അതുകൊണ്ട് വിഷമമില്ല, എന്നാലും പ്രേം ഇവിടെ ഒറ്റയ്ക്കായി പോകും, അതുമാത്രമേ ഉള്ളൂ ഒരു പ്രയാസം, അഞ്ജലി പറഞ്ഞു. അതോർത്ത് വിഷമിക്കേണ്ട മോളെ, പ്രേമിൻ്റെ കാര്യം ഞങ്ങൾ നോക്കാം. ഇവിടെ വന്ന് ആഹാരം കഴിക്കാമല്ലോ. അതൊന്നും വേണ്ട ചേച്ചി, പ്രേം കുക്കിംഗ് പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കളിയായിട്ടാണെങ്കിലും അഞ്ജലി പറഞ്ഞു. അതിന് വേറെങ്ങും പോകണ്ട, മമ്മി നല്ല കുക്കാണ്. കുക്കറി മമ്മി പഠിപ്പിക്കും, ഫീസൊന്നും കൊടുക്കുകയും വേണ്ട, അശ്വതി പറഞ്ഞു. അഞ്ജലി ചിരിച്ചു. എന്നാലും നിൻ്റെ അത്രയും വരില്ല അഞ്ജലി. ഒരിക്കൽ വിജയേട്ടൻ അവിടെ വന്ന് ഊണ് കഴിച്ചില്ലേ? പിന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി ഉണ്ടാക്കിയ ആ കാളനും മത്തിപ്പീര വറ്റിച്ചതും മാത്രം മതി ഇടങ്ങഴി അരിയുടെ ചോറുണ്ണാനെന്ന്. അഞ്ജലി അഭിമാനത്തോടെ പ്രേം ശങ്കറെ ഒന്ന് നോക്കി. മതി ചേച്ചി, ഇനിയും പറഞ്ഞാൽ ഇവളുടെ തല റൂഫിൽ ചെന്നിടിക്കും, അധികം പൊക്കണ്ട, അയാൾ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. അടുക്കള ജോലികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അമ്മ എന്നെയും ചേച്ചിയെയും കൊണ്ട് ചെയ്യിക്കുമായിരുന്നു കുസുമേച്ചി. അതുകൊണ്ട് 10 പേർ ഒന്നിച്ച് വീട്ടിൽ കയറി വന്നാലും ധൈര്യമായി ഊണ് കൊടുക്കാൻ പറ്റും, അവൾ പറഞ്ഞു. പെൺകുട്ടികളായാൽ കുക്കിംഗ് അറിഞ്ഞിരിക്കണം മോളെ. ഈ അച്ചു കല്യാണം കഴിഞ്ഞ് പോയാൽ അവൻ ഇന്നും ഹോട്ടലിൽ പോകേണ്ടി വരും പാഴ്സൽ മേടിക്കാൻ, കുസുമം അവളെ കളിയാക്കി. പാഴ്സൽ മേടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ആൻറ്റി, ഞങ്ങൾ ഒന്നിച്ചു പോയി കഴിക്കും, അവൾ പറഞ്ഞു. അവർ അല്പനേരം കൂടി സംസാരിച്ചിരുന്നു. ഒടുവിൽ പോകാനായി എഴുന്നേറ്റു. എന്നാ അഞ്ജലി ഇവിടുന്ന് പോകുന്നേ? കുസുമൻ ചോദിച്ചു. ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയില്ല ചേച്ചി, കിട്ടിയാൽ ഒരാഴ്ചക്കകം പോകേണ്ടി വരും. പറഞ്ഞാൽ മതി, ഷിഫ്റ്റിങ്ങിന് സഹായിക്കാൻ ഞങ്ങളും കൂടി വരാം. അതിനു മാത്രം ഒന്നും കൊണ്ടുപോകുന്നില്ല, മധുവിൻ്റെയും എൻ്റെയും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അവർ ചെന്ന് കാറിൽ കയറി. കുസുമവും അശ്വതിയും വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി വരുമോ? കുസുമൻ ചോദിച്ചു. സമയം കിട്ടുമോ എന്നറിയില്ല ചേച്ചി. കാർ മുന്നോട്ട് നീങ്ങി. അവർ കൈ വീശിക്കാട്ടി. മമ്മി, എനിക്കൊരു ഐഡിയ, പെട്ടെന്ന് അശ്വതി പറഞ്ഞു. എന്താണ്? പ്രേമങ്കിൾ തനിച്ചല്ലേ അവിടെ, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലോ? അങ്കിളിൻ്റെ ബോറടിയും മാറും, നമുക്കൊരു കൂട്ടുമാകും. പോടി, കൃത്രിമ ദേഷ്യത്തോടെ കുസുമം അവളെ ശാസിച്ചു. മമ്മിയുടെ മുഖം തുടുത്തത് കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. പതിവായി ഭക്ഷണം കഴിക്കാറുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പ്രേംശങ്കറും അഞ്ജലിയും മധുമതിയും പോയത്. 2 പേർക്കും ഇഷ്ടമുള്ള മസാല ദോശയും നെയ് റോസ്റ്റും മൊരിഞ്ഞ ഉഴുന്നുവടയും ഒക്കെ അയാൾ വാങ്ങിക്കൊടുത്തു. സൗദാമിനി അമ്മയ്ക്ക് കഴിക്കാനുള്ളത് പാഴ്സൽ വാങ്ങിക്കൊണ്ടാണ് അവർ പോയത്. ആ ശനിയാഴ്ച രാവിലെ അവരെല്ലാവരും കൂടി അഞ്ജലിയുടെ നാട്ടിലേക്ക് പോയി. അവളുടെ നാട്ടിലേക്കുള്ള യാത്ര പ്രേംശങ്കറിന് വളരെ ഇഷ്ടമായിരുന്നു. തൊട്ടടുത്ത ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ പോകണം. വാഴയും തെങ്ങും കമുകും കൃഷി ചെയ്യുന്ന പറമ്പുകൾ, വിശാലമായ വയൽ, കുളങ്ങൾ, തോടുകൾ, അമ്പലം. അവർ ചെല്ലുന്നതറിഞ്ഞ് വൈകുന്നേരം ആതിരയും അശോകും അനന്തവും വന്നു. ഉച്ച കഴിഞ്ഞുള്ള പ്രാക്ടീസ് 2 പേരും ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. സ്വീകരണ മുറിയിൽ എല്ലാവരും ഒത്തുകൂടി. അഞ്ജലിയുടെ ട്രാൻസ്ഫർ തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. കോളേജിലേക്ക് 7 കിലോമീറ്ററുണ്ട് പോകാനും വരാനും. നിനക്ക് ഞാനൊരു കാർ മേടിച്ചു തരാം മോളെ, രാമചന്ദ്രൻ പറഞ്ഞു. എത്ര മണിക്ക് ചെല്ലണം കോളേജിൽ? ആതിര ചോദിച്ചു. 9-ന് ചെല്ലണം ചേച്ചി. ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോകണ്ടേ? കോളേജിൽ ക്യാൻറ്റീൻ കാണും,
അവൾ പറഞ്ഞു. അതൊന്നും വേണ്ട, ചോറ് ഞാൻ തയ്യാറാക്കാം. എന്തായാലും 2 പേർക്ക് കൊണ്ടുപോകണതല്ലേ. അഞ്ജലിക്കൊരു ടിഫിൻ തയ്യാറാക്കി തരാനാണോ പ്രയാസം? പ്രവീണ പറഞ്ഞു. ആദിത്യൻ ചേട്ടൻ്റെ മോൾ ദീപ പഠിക്കുന്നതും പ്രവീണ ചേച്ചിയുടെ സ്കൂളിലാണ്. അശോകൻ എല്ലാം കേട്ട് നിശബ്ദനായിരുന്നതേ ഉള്ളൂ. പ്രേംശങ്കറും ആദിത്യനും മുകളിലത്തെ മുറിയിലായിരുന്നു. താഴത്തെ ചർച്ചകൾ കഴിയുമ്പോൾ മുകളിൽ ഉല്ലസിക്കാനുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കിയായിരുന്നു 2 പേരും. ഏതോ പേഷ്യൻ്റ് സമ്മാനിച്ച സ്കോച്ച് വിസ്കിയുമായിട്ടായിരുന്നു അശോകൻ വന്നത്. വന്നപ്പോൾ തന്നെ അയാൾ അതെടുത്ത് ആദിത്യനെ ഏൽപ്പിച്ചിരുന്നു. മണി 7 കഴിഞ്ഞു. പുറത്ത് ഇരുട്ട് വീണ് കഴിഞ്ഞു. ഇനി വൈകിക്കണ്ട അല്ലേ പ്രേം? ഗ്ലാസുകൾ നിരത്തിക്കഴിഞ്ഞ് സോഡയും ഐസും ഒക്കെ കൊണ്ടുചെന്ന് വെച്ചിട്ട് ആദിത്യൻ ചോദിച്ചു. അതെ, ഞാൻ ചെന്ന് അശോകനെ വിളിക്കാം. കോണിപ്പടി ഇറങ്ങി ആദിത്യൻ ചെന്നപ്പോൾ എല്ലാവരും താഴെ സ്വീകരണ മുറിയിലുണ്ടായിരുന്നു. അശോകനൊന്ന് മുകളിലേക്ക് വന്നേ, അയാൾ പറഞ്ഞു. അതോടെ സംഭാഷണം അവസാനിച്ചു. എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ ജോലികളിലേക്ക് പോയി. ഞാൻ വന്നേക്കാം ആദിത്യ, അശോക് പറഞ്ഞു. അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയ അഞ്ജലിയെ അശോകൻ വിട്ടില്ല. അഞ്ജലി ഒന്ന് നിന്നേ. എന്താ ചേട്ടാ? വാ, ഒരു കാര്യം പറയാനുണ്ട്. അയാൾ അവളെ പൂമുഖത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. അവിടെ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. സൗദ അമ്മ ഒരു സജഷൻ പറഞ്ഞെന്നല്ലേ നീ പറഞ്ഞത്? എനിക്കും അതിനോടാണ് യോജിപ്പ്. അയാൾ അവളെ അഭിമുഖീകരിച്ചു. അതെന്താ? പ്രേമിനെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കരുത്. അത് കുഴപ്പമുണ്ടാക്കും. അശോകൻ പറഞ്ഞത് കേട്ട് അവൾ പകച്ചു നോക്കി. അടുത്ത ഭാഗം നാളെ.